താരപുത്രി ദിയാകൃഷ്ണ ആശുപത്രിയിൽ. പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഏറെ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിയാകൃഷ്ണ കടന്നുപോയത്. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും OYOC എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയുമായ ദിയാകൃഷ്ണ. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണനും മുൻകൂർ ജാമ്യം അനുവദിച്ച് കഴിഞ്ഞ ദിവസമാണ് കോടതി വിധി വന്നത്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം വിധിച്ചത്. തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെന്ന് പരാതിക്കാർ പറയുന്നതല്ലാതെ ഇത് സംബന്ധിച്ചൊരു തെളിവും കിട്ടിയിട്ടില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം പണം തട്ടിച്ചുവെന്നാരോപിച്ച് കൃഷ്ണകുമാർ കൊടുത്ത കേസിൽ ജീവനക്കാരികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ജീവനക്കാരായ വിനീത, ദിവ്യ, രാധ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ദിയയുടെ സ്ഥാപനത്തിലെ QR കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിൻ്റെ QR കോഡ് നൽകി ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിച്ചുവെന്നാണ് കേസ്. ഈ കോടതി വിധിയോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്ക് കൃഷ്ണകുമാർ നൽകിയ അഭിമുഖത്തിലാണ് ദിയ എവിടെ എന്ന ചോദ്യം ഉയർന്നു വന്നത്. ഇതുവരെയും കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികരണങ്ങളിലും കൃഷ്ണകുമാർ മകളും ഒരുമിച്ചാണ് എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ദിയ മാറി നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന ചോദ്യത്തിലാണ് മകളെ പ്രസവത്തിനായി ആശുപത്രിയിൽ ആക്കിയിരിക്കുകയാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നത്. ഏതായാലും കോടതി വിധി ദിയയുടെ പ്രിയപ്പെട്ടവർക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. കുഞ്ഞ് ജനിക്കാനിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരമൊരു വിധി വന്നത് ദിയയുടെ ആരാധകരെയും സന്തോഷത്തിലാക്കുന്നൊരു കാര്യം തന്നെയാണ്. വിവാഹം കഴിഞ്ഞയുടൻ തന്നെ ഒരു കുട്ടി വേണമെന്ന് ദിയ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത്. ദിയയ്ക്ക് കൂട്ടായി ആശ്വസിപ്പിക്കാനും സിന്ധു കൃഷ്ണയാണ് ആശുപത്രിയിലുള്ളത്. അശ്വിനും കൂടെ തന്നെയുണ്ട്. വിവാഹവും ഗർഭകാലവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിരുന്നു താരം. ലക്ഷങ്ങൾ വിലയുള്ള സാരിയും ആഭരണങ്ങളുമായി വിവാഹത്തേക്കാൾ ഒരുപടി മുന്നിൽ തന്നെ ഗർഭകാലവും ആഘോഷമാക്കിയിരുന്നു. 5-ാം മാസവും 7-ാം മാസവും ബേബി ഷവറും ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളും വളരെ ഗംഭീരമായി തന്നെയാണ് ദിയ കൊണ്ടാടിയത്. 4 പെൺകുട്ടികൾക്ക് ശേഷം ഒരു ആൺകുട്ടിയായിരിക്കും ദിയയ്ക്ക് ജനിക്കുന്നതെന്നാണ് ദിയയുടെ ആരാധകർ പറയുന്നത്. ദിയയുടെ ചാനൽ 1.5 മില്യണിലേക്ക് കടക്കാൻ പോകുന്ന ഈ അവസരത്തിലാണ് തൻ്റെ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനൊരുങ്ങുന്നത്. ദിയയുടെ ആരാധകരും കുഞ്ഞിനായി കാത്തിരിക്കുകയാണ്.